എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 82 ശ്ലോകം 39 മുതൽ 48 വരെ 10 ശ്ലോകങ്ങള്. ആ ഗോപസ്ത്രീകൾക്ക് ഭഗവാൻ ആത്മോപദേശം നേരിട്ട് കൊടുക്കണം. നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് തന്നെയാണ് ഭഗവാൻ ഇതിങ്ങനെ പിന്നെയും പിന്നെയും ഉപദേശങ്ങൾ കൊടുക്കുന്നത്. ഇതൊരു ഏറ്റവും മഹാത്മ്യമേറിയ ശ്ലോകങ്ങളാണ് ഭഗവാൻ ഗോപസ്ത്രീകൾക്ക് കൊടുക്കുന്നത്. എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. എല്ലാവരും എല്ലാ ദിവസവും ചെല്ലേണ്ടതാണ് അവിടെ അവസാനത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ യോന്ത പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യാഖില ശക്തിധരസ്വധാംനാ അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ശ്ലോകം 39. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ശുക ഉവാച ഗോപ്യശ്ച കൃഷ്ണമുപലഭ്യ ചിരാദഭീഷ്ടം യൽ പ്രേക്ഷണേ ദൃശിഷു പക്ഷ്മകൃതം ശപന്തി ദൃഗ്ഭിർഹൃദീകൃതമലം പരിരഭ്യ സർവാ തൽഭാവമാപുരപി നിത്യയുജാം ദുരാപം. കുറേ കാലമായിട്ട് കാണാതിരിക്കുന്ന അതിപ്രിയനായ ആ പ്രേമസ്വരൂപനായ കൃഷ്ണനെ കണ്ടപ്പോ ഗോപികൾക്ക് കണ്ണ് ഇങ്ങനെ അടച്ചു തുറക്കണത്, ആ നിമീലനം ചെയ്യണത് വളരെ ബുദ്ധിമുട്ടായി. അപ്പൊ അത് ഇങ്ങനെ നിമീലനത്തെ അങ്ങോട്ട് ശപിച്ചു എന്നാ പറയണത്. അത് ഉണ്ടാക്കിയത് ആരാ? നിമീലനത്തെ നേത്രങ്ങളിൽ നിർമ്മിച്ച ബ്രഹ്മാവിനെയാണ് ശപിക്കുകയാണ് അവര്. എൽ പ്രേക്ഷണേ ദൃശിഷു പക്ഷ്മകൃതം ശപന്തി. അതായത് പക്ഷ്മകൃതം എന്ന് പറഞ്ഞാൽ നിമീലനത്തെ ഉണ്ടാക്കിയ ദേവനെ, അതായത് ബ്രഹ്മാവാണ് ഇങ്ങനെ കണ്ണടക്കുകയും തുറക്കുകയും എന്നുള്ള ആ നിമീലനം സൃഷ്ടിച്ചത്. അപ്പൊ ബ്രഹ്മാവിനെ ശപിക്കണേ, എന്തിനാ ഇതിങ്ങനെ കണ്ണിങ്ങനെ തുറന്ന് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണ്ടേ ഞങ്ങൾക്ക് ഭഗവാനെ? ആ അടയ്ക്കുന്ന സമയത്ത് ഭഗവാനെ കാണാൻ പറ്റില്ലല്ലോ. ഇതുണ്ടാക്കിയ ബ്രഹ്മാവിനോടുള്ള ദേഷ്യം ഒരു ശപിച്ചു എന്നാ പറയുന്നത്. ആ മനോഹര രൂപത്തെ നേത്രങ്ങൾ വഴി ഹൃദയത്തിലാക്കി ദൃഢമായി ആലിംഗനം ചെയ്തിട്ട് നിത്യവും ഭഗവാനെ പിരിയാതിരിക്കുന്ന യോഗീശ്വരന്മാർക്ക് കൂടി പ്രാപിക്കാൻ കഴിയാത്ത ആ തന്മയത, ആ കൃഷ്ണഭാവം, പരമാനന്ദ അനുഭൂതി എല്ലാ ഗോപികളും അനുഭവവേദ്യമായി എല്ലാവരും അത് അനുഭവിച്ചു ഭഗവാനെ ഇങ്ങനെ അടുത്ത് കണ്ടുകൊണ്ടിരിക്കണം. ആനന്ദമഗ്നരായി അവര്. ഭഗവാൻ തഥാ ഭൂത വിവിക്ത ഉപസംഗത ആശ്ലിഷ്യ അനാമയം പൃഷ്ട്വാ പ്രഹസൻ ഇതമബ്രവീത്. ഭഗവാനും അതെ ഗോപസ്ത്രീകളെ കണ്ടപ്പോ വളരെ സന്തോഷായി. അവരുടെ മനസ്സിൽ എന്താന്ന് ഭഗവാനും അറിയാം. അപ്പൊ അങ്ങനെ ആനന്ദപരവശങ്ങളായ ആ ഗോപികളുടെ സമീപത്ത് ചെന്ന് മറ്റാരും ഇല്ലാത്ത സമയത്ത് ഒരവസരത്തിൽ അവരെ ഏകാന്തതയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഭഗവാൻ. എന്നിട്ട് അവരെ ആലിംഗനാദികൾക്ക് കൊണ്ടൊക്കെ സന്തോഷിപ്പിച്ച് മന്ദഹാസം തൂക്കിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ അത് ആത്മോപദേശം കൊടുക്കുകയാണ് അവർക്ക്. അഭിസ്മരഥന സഖ്യ സ്വാനാം അർത്ഥചികീർഷയാ ഗതാംശ്ചിരായുധാൻ ശത്രുപക്ഷക്ഷവണചേതസ. ഹേ സഖികളെ, സ്വജനങ്ങൾ അനുഭവിക്കുന്ന സങ്കടങ്ങളൊക്കെ തീർക്കാനുള്ള ആഗ്രഹം കൊണ്ട് ശത്രുക്കളെ സംഹരിക്കാൻ വേണ്ടി ആണ് നിങ്ങളെ വിട്ടുപോയത്. ആ കാര്യം സാധിക്കാൻ വേണ്ടി ഇത്ര അധികം കാലം അവിടെ താമസിക്കേണ്ടതായിട്ട് വന്നു. എനിക്ക് വരാൻ പറ്റിയില്ല ഗോപികളെ വൃന്ദാവനത്തിലേക്ക്. ഞങ്ങളെ അങ്ങനെ ആ പിരിഞ്ഞുപോയ ഞങ്ങളെ എന്നെയും ഏട്ടനെയും നിങ്ങള് ഓർക്കാറുണ്ടോ? എപ്പോഴെങ്കിലും നിങ്ങളൊക്കെ ഓർക്കാറുണ്ടോ ചോദിക്കാം ഗോപസ്ത്രീകളോട്. അപ്യവധ്യായധാസ്മാൻ സ്വിൽ അകൃതജ്ഞാ വിശങ്കയാ നൂനം ഭൂതാനി ഭഗവാൻ യുനക്തി വിയുനക്തി ച. ഹേ സഖികളെ, ഞങ്ങള് ഒരു ഉപകാര സ്മരണ ഇല്ലാത്തവരാണെന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ. ഞങ്ങളെ അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ടോ? അയ്യോ, അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കരുതേ, ഒരിക്കലും ധരിക്കാൻ പാടില്ല. ഈ പ്രാണികളെയൊക്കെ തമ്മിൽ യോജിപ്പിക്കണതും പിരിക്കണതും ഈശ്വരനാണ്. അവരുടെ ഇഷ്ടം പോലെ ചേരാനും പിരിയാനും ഒന്നും സാധിക്കില്ല. ഇതൊക്കെ ഭഗവാന്റെ നിശ്ചയപ്രകാരം മാത്രമേ നടക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ചെയ്ത ഉപകാരങ്ങൾ മറന്നുകൊണ്ടാണ് ഇതുവരെ നിങ്ങളെ വന്ന് കാണാത്തതെന്ന് നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ. നിങ്ങൾ ചെയ്ത ഉപകാരങ്ങൾ മറന്നുകൊണ്ടാണ് ഇതുവരെ നിങ്ങളെ വന്ന് കാണാത്തതെന്നും നിങ്ങൾ ധരിക്കരുത്. ഒരിക്കലും നിങ്ങൾ അങ്ങനെ വിചാരിക്കാൻ പാടില്ല. എന്താണ് ഭഗവാൻ പറഞ്ഞതിന്റെ അർത്ഥം?
വായുർയഥാഘനാനീകം തൃണം തൂലം രജാംസി ച സംയോജ്യാക്ഷിപതേ ഭൂയ തഥാ ഭൂതാനി ഭൂതകൃത്. സംയോഗ വിയോഗമൊക്കെ ദൈവാധീനാണ് എന്നതാ ദൃഷ്ടാന്തപൂർവം അവർക്ക് പറഞ്ഞു കൊടുക്കാം. അങ്ങുമിങ്ങും ചിന്നിച്ചിതറിക്കിടക്കുന്ന മേഘങ്ങള്, പുല്ലുകള്, പഞ്ഞികള്, പൊടികള് ഇവയൊക്കെ കാറ്റടിച്ച് തമ്മിൽ ചേർക്കുകയും ഉടനെ പിരിക്കുകയും ചെയ്യുന്നത് പോലെ ലോകങ്ങൾ ഉണ്ടാക്കിയ ഭഗവാൻ പ്രാണികളെ സംഗതിവശാൽ ചേർക്കുകയും വേർപെടുത്തുകയും ചെയ്യുന്നു. മയി ഭക്തിർഹി ഭൂതാനാം അമൃതത്വായ കൽപ്പതേ ദിഷ്ട്യായ ദാസീന്മൽ സ്നേഹോ ഭവതീനാം മദാപന. പ്രാണികൾക്ക് എന്നിൽ പരമപ്രേമമുണ്ടായാൽ അവര് ജനന മരണ പ്രവാഹ രൂപമായ സംസാരത്തെ എളുപ്പത്തിൽ കടക്കണം. ഭാഗ്യവശാൽ എന്നെ പ്രാപിക്കുന്ന ആ പരാനുരാഗം നിങ്ങൾക്ക് എന്നിലുണ്ടായി എന്നത് പരമശോഭനം. നിങ്ങൾക്ക് ആ പരമപ്രേമം എന്നിലുണ്ട്, അതുകൊണ്ട് അത് വളരെ നന്നായി, പരമശോഭനമാണ് എന്ന് പറയും. അഹം ഹി സർവഭൂതാനാം ആദിരന്തോന്തരം ബഹി ഭൗതികാനാം യഥാഖം വാർഭൂർവായുർ ജ്യോതിരംഗന. സ്നേഹം നിമിത്തം നിങ്ങള് എന്നെ എങ്ങനെയാണ് പ്രാപിക്കുക എന്നാൽ അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അങ്കനകളെ സകലങ്ങളുടെയും ആദിമധ്യാവസാനങ്ങളും ഉള്ളും പുറവും ഞാനായിരിക്കുന്നതിനാൽ എന്റെ സ്വരൂപം വ്യാപകമാകുന്നു എന്ന് ധരിക്കുവിൻ നിങ്ങൾ. പഞ്ചഭൂതങ്ങള് ദേഹാദിരൂപേണ പരിണമിക്കാൻ കാരണം ഞാനാണ്. കാരണാഭിന്നം കാര്യം എന്ന ന്യായപ്രകാരം കാര്യങ്ങളിൽ നിരന്തരം ഞാൻ വ്യാപിച്ചിരിക്കുന്നു. അതായത് എങ്ങും നിറഞ്ഞിരിക്കുന്നവൻ, എന്നെ കൂടാതെ അന്യമായിട്ടൊന്നുമില്ല എന്ന് നിങ്ങൾ ധരിക്കുവിൻ. ഏവം ഹ്യേതാനി ഭൂതാനി ഭൂതേഷു ആത്മാത്മനാ തഥാ ഉഭയം മയ്യപി പരേ പശ്യതാഭാതം അക്ഷരേ. അണ്ഡജം, ശ്വേതജം, ജരായുജം, ഉദ്ഭിജം, ഇങ്ങനെ 4 വിധമായിട്ടുള്ള ഭൂതവർഗങ്ങളുടെ ആദ്യന്തരൂപൻ ആത്മാവ് തന്നെയാണ്. സർവവ്യാപകനായിരിക്കുന്ന ആ ആത്മാവിൽ ഈ പഞ്ചഭൂതങ്ങള് ഇരിക്കണം. അപ്പൊ ചതുർവിധ ഭൂതഗ്രാമങ്ങള് ആകാശാദി പഞ്ചഭൂതങ്ങളിൽ ആദിമധ്യാന്ത സ്വരൂപേണ വർത്തിക്കുന്നു. ആ പഞ്ചഭൂതങ്ങള് അവയുടെ ഭോക്താവായ ജീവാത്മാവിൽ വർത്തിക്കുന്നു. ആ ജീവാത്മാക്കളും ആ ഭൂതങ്ങളുമായ 2, അതായത് ചിജ്ജടാത്മകമായ ലോകം, സർവവ്യാപകനും പരിപൂർണനുമായ എന്നിൽ, അതായത് സർവ അധിഷ്ഠാനമായ ഈശ്വരനിൽ നർത്ഥം വിളങ്ങുന്നത് കാണുവിൻ. അതിനാൽ സർവകാരണമായിരിക്കുന്ന എന്നെ സ്നേഹിക്കുന്നവർ എന്നെ തന്നെ പ്രാപിക്കുന്നു എന്നത് പരമാർത്ഥം. ഭോഗസ്ത്രീകൾക്ക് അത് കേട്ടപ്പോ വളരെ സന്തോഷമായി. അവർക്കിങ്ങനെ എന്താണ് ഭഗവാന് പിരിഞ്ഞിരിക്കാനും വയ്യ, മനസ്സിനൊരു സമാധാനവും കിട്ടണില്ല. എത്രയോ കാലം കഴിഞ്ഞിട്ടപ്പോ ഭഗവാനെ ഒന്ന് കാണാൻ തന്നെ സാധിക്കണത്. അവർക്കത് സഹിക്കാൻ പറ്റണില്ല. അവർക്ക് അവിടെ ചെന്ന് ജീവിക്കണ്ടേ, അവർക്ക് അതിന് സാധിക്കണില്ല. അപ്പൊ ഇതൊക്കെ കണ്ട് ഭഗവാൻ തന്നെ അവർക്ക് നേരിട്ട് ഉപദേശിച്ചു കൊടുത്തപ്പോ കുറെ സമാധാനായി. ശ്രീശുക ഉവാച അധ്യാത്മശിക്ഷയാ ഗോപ്യ ഏവം കൃഷ്ണേന ശിക്ഷിതാ തദനുസ്മരണധ്വസ്തജീവകോശാസ്തമധ്യഗൻ. ശ്രീകൃഷ്ണ ഭഗവാൻ ഇങ്ങനെ ആത്മോപദേശത്താൽ ഗോപികൾക്ക് പരമാത്മാവായ തന്റെ സൂക്ഷ്മരൂപം ബോധിപ്പിച്ചുകൊണ്ട് സർവാധിഷ്ഠാനമായ ആ പരമാത്മാവിനെ മറയ്ക്കുന്ന ജീവോപാധിയായ അജ്ഞാനം നശിച്ചു അവരുടെ. അങ്ങനെ അവര് എപ്പോഴും കൃഷ്ണനെ ധ്യാനിച്ച് ഭഗവാന്റെ സ്വരൂപത്തെ തന്നെ നന്നായിട്ട് മനസ്സിലങ്ങട് ഉറപ്പിച്ചു. എന്നിട്ടിതാ ഭഗവാനോട് പറയണു, ഇപ്പൊ ഇതൊക്കെ സാധിക്കും. ഗൃഹത്തിൽ ചെന്നാലേ ഇതെല്ലാം ആ സംസാര സാഗരത്തിൽ പെട്ടിട്ട് ഇതെല്ലാം മറന്നു പോകും. അപ്പൊ അതൊന്നും സംഭവിക്കരുത്. എപ്പോഴും ഭഗവാനെ അവിടുത്തെ ഈ രൂപം ഞങ്ങളുടെ ഹൃദയത്തിൽ തന്നെ ഉണ്ടാവണേ. അങ്ങനെ അവിടുന്ന് ഉപദേശിച്ച ഈ ഉപദേശങ്ങളെല്ലാം എപ്പോഴും ഞങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കണം. നമുക്ക് എല്ലാവർക്കും എല്ലാ ദിവസവും പ്രാർത്ഥിക്കേണ്ടതാണ് ഈ ശ്ലോകം. ആഹുശ്ചതേ നളിനനാഭ പദാരവിന്ദം യോഗേശ്വരേർഹൃദി വിചിന്യം അഗാധബോധൈ സംസാരകൂപ
സ്വരൂപപതിതോത്തരണാവലംബം ഏകഞ്ജുഷാമവി മനസ്സുതിയാൽ സദാന. ഇങ്ങനെ ഭഗവാന്റെ ഉപദേശം കൊണ്ട് സ്വരൂപബോധം ഉണ്ടായി എങ്കിലും ഗൃഹത്തിൽ ചെന്ന് ചേരുമ്പോൾ ആ വിഷയചിന്തനം നിമിത്തം ഈ ബോധം നശിക്കാതിരിക്കേണ്ടതിനായിട്ട് അനുഗ്രഹിക്കണേ എന്ന് ഗോപികളെ ഭഗവാനോട് തന്നെ പ്രാർത്ഥിക്കണം. ഹേ നളിനനാഭ, ചിജ്ജടാത്മകമായ ഈ ലോകത്തെ പരിശോധിച്ച് അറിയേണ്ടത് നന്നായി അറിഞ്ഞിരിക്കുന്ന യോഗേശ്വരന്മാര് അവരുടെ ഹൃദയത്തിൽ എപ്പോഴും ധ്യാനിക്കുന്നതും ആനന്ദരഹിതമായ സംസാരകൂപത്തിൽ വീണുകിടക്കുന്നവർക്ക് പിടിച്ചു കയറാനുള്ള അവലംബവുമായ ഇന്ദുരുവടിയുടെ പാദകമലം. ഭർതൃപുത്രാദി സംസാര ബന്ധത്തോടു കൂടി ഇരിക്കുന്നവരാണെങ്കിലും ഞങ്ങളുടെ മനസ്സിലും എപ്പോഴും കാണുമാറാകണമേ എന്ന് അവര് ഭഗവാനോട് തന്നെ പ്രാർത്ഥിച്ചു. ഭഗവൻ മുഖാരവിന്ദത്തിൽ നിന്ന് സകരുണം നിർഗളിച്ച ആത്മോപദേശ അമൃതം പാനം ചെയ്യാൻ സാധിച്ച ആ ഗോപികളുടെ ഭാഗ്യം അല്ലെ, എന്തൊരു ഭാഗ്യാണ് അവരുടെ. പരമഭാഗ്യം. ഭാഗ്യം എന്ന് പറഞ്ഞാ പോരാ, പരമഭാഗ്യം. അവര് തന്നെയാണ് ഏറ്റവും ധന്യകള്. ഇതി ശ്രീമൽ ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ വൃഷ്ണിഗോപസംഗമോ നാമ ദ്വ്യശീതിതമോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. ഈ 82ാമത്തെ അധ്യായം ശ്രീകൃഷ്ണ ഭഗവാന്റെ ശ്രീപാദ കമലങ്ങളില് സമർപ്പിക്കുന്നു. ആയേന വാച മനസേന്ദ്രിയേർവ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാൻ കരോമി യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.